മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്റർ എന്നൊരു കേന്ദ്രം ഇന്ത്യ ശ്രീലങ്കയിൽ ആരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളും സുരക്ഷാ വിവരങ്ങളും സംപ്രേഷണം ചെയ്യാൻ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തതാണ് MRCC. $6 മില്യൺ ചെലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ അതുമാത്രമല്ല ഇന്ത്യയുടെ താൽപ്പര്യം. ശ്രീലങ്കയിൽ സ്ഥിതി ചെയ്യുന്ന കോബാൾട്ട് സമ്പന്നമായ സീമൗണ്ടിലേക്ക് പ്രവേശനം നേടുക എന്നതുകൂടിയാണ്. അഫനാസി നികിതിൻ സീമൗണ്ട് ശ്രീലങ്കയുടെ സമുദ്ര അതിർത്തികൾക്ക് ഉള്ളിലാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിൻ്റെ കഴിഞ്ഞിടെയുള്ള കൊളംബോ സന്ദർശനം ഉൾപ്പെടെ ഇന്ത്യയുടെ സമീപകാല നയതന്ത്ര നീക്കങ്ങൾ ഗൗരവമേറിയതാണ്. ശ്രീലങ്കയുടെ കടൽ തീരത്ത് ഗണ്യമായ കൊബാൾട്ട് നിക്ഷേപം ലക്ഷ്യമാക്കിയാണ് ഇന്ത്യൻ നീക്കങ്ങൾ എന്ന് വേണം കരുതാൻ. ഇന്ത്യൻ പദ്ധതികൾ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകും. ശ്രീലങ്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും ഇന്ത്യക്ക് എപ്പോഴും താൽപ്പര്യമുണ്ട്. വിശാലമായ നയതന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം. കൊബാൾട്ട് ലോഹത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. കൊബാൾട്ട് ബ്ലൂ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഗ്ലാസ്, സെറാമിക്, മഷി, പെയിൻറ്റുകൾ എന്നിവയ്ക്ക് കടും നീല നിറം നൽകാനും ഇവ ഉപയോഗിക്കുന്നു. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളിലെ അവശ്യധാതുവാണ് കൊബാൾട്ട്. വൈദ്യുതി വാഹനങ്ങളിലേക്ക് രാജ്യം ദ്രുതഗതിയിൽ നീങ്ങുമ്പോൾ കൊബാൾട്ട് ഒരു നിർണായക ഘടകമാണ്. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സംഭരണം എന്ന ആശയം ആഗോളതലത്തിൽ ശക്തമാകുമ്പോൾ ഈ ലോഹത്തിൻ്റെ പ്രാധാന്യവും ഇരട്ടിയാകുന്നു. MRCCയുടെ സമാരംഭത്തിന് ഊന്നൽ നൽകുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു നീക്കം കൂടിയായിട്ടാണ്. ലോകത്തോട് തന്ത്രപരമായി ആശയവിനിമയം നടത്താനുള്ള ന്യൂഡൽഹിയുടെ മാർഗമാണിത് എന്ന് കരുതുന്നവരും ഉണ്ട്. ഇന്ത്യ ശ്രീലങ്കയെ അതിൻ്റെ സ്വാധീന വലയത്തിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആക്ഷേപം ഉന്നയിച്ചേക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ മേൽക്കൈ നേടാൻ ഇന്ത്യ ശ്രമിച്ച ചരിത്രമുണ്ട് എന്ന് ആരോപിക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യ ശ്രീലങ്ക ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിൻ്റെ സൂചനകളാണ് ഇത് എന്ന് വിശകലനം ചെയ്യുന്നവരും ഉണ്ട്. കടലിനടിയിൽ വിശാലമായ അവകാശവാദം ഉന്നയിക്കുന്നതിനായി ശ്രീലങ്ക ശ്രമിക്കുന്നുണ്ട്. 2009 ആദ്യമായി ഇതിനുള്ള അഭ്യർത്ഥന സമർപ്പിച്ചു. ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുടെ അംഗീകാരത്തിനായി അവർ കാത്തിരിക്കുന്നു. ഇന്ത്യ തുടക്കത്തിൽ ഈ അവകാശവാദത്തെ എതിർത്തിരുന്നു. ജലത്തിന് താഴെയുള്ള വിഭവ സമാഹരണത്തിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് ലഭ്യമാകുന്ന സാമ്പത്തിക സാധ്യതയും ഭൗമ രാഷ്ട്രീയ സ്വാധീനവും തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. ശ്രീലങ്കയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ കൊളംബോ പലപ്പോഴും ബെയ്ജിങ്ങിനും വാഷിങ്ടണിനും അതിൻ്റെ സഖ്യകക്ഷികളും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കത്തിൻ്റെ നടുവിലാണ്. ശ്രീലങ്കയുടെ തുറമുഖങ്ങളിൽ ചൈനീസ് ഗവേഷണ കപ്പലുകളുടെ സാന്നിധ്യം സദാ പ്രകടവുമാണ്. ശ്രീലങ്കൻ കടലിലെ ചൈനീസ് ഗവേഷണ പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യയും US-ഉം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഗവേഷണ കപ്പലുകളുടെ ഡോക്കിങ്ങിന് 1 വർഷത്തെ മൊറട്ടോറിയം ഏർപ്പെടുത്താനുള്ള ഡിസംബറിലെ തീരുമാനം ഇതിനെ തുടർന്നായിരുന്നു. ശ്രീലങ്കൻ കടലിലെ നയതന്ത്ര ഇടപെടൽ ഇന്ത്യ വർദ്ധിപ്പിക്കുന്നുണ്ട്. ചൈനീസ് കപ്പലുകളുടെ പഠനത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ കടൽ തീരത്തെ സൂക്ഷ്മ പരിശോധന ശക്തമാക്കാൻ ഇന്ത്യ നടപടികൾ ആരംഭിച്ചു. ആഴക്കടൽ ഖനനത്തിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ പ്രാരംഭഘട്ടത്തിലാണ്. 2021 ആഴക്കടൽ വിഭവങ്ങൾ പരിവേഷണം ചെയ്യുന്നതിനായി ഇന്ത്യ ഡീപ്പ് ഓഷ്യൻ മിഷൻ ആരംഭിച്ചു. ഈ പദ്ധതിക്കായി $500 മില്യൺ ചിലവഴിച്ചു. 2023 ഇന്ത്യൻ ഗവൺമെൻറ് ഈ ദൗത്യത്തിന് കീഴിലുള്ള പദ്ധതികൾ വെളിപ്പെടുത്തി. കടൽ തീരത്ത് നിന്ന് പോളിമെറ്റാലിക് നോഡ്യൂളുകൾ പരിവേഷണം ചെയ്യുന്നതിനായി ആഴക്കടൽ ഖനനം വികസിപ്പിക്കാനാണ് തീരുമാനം. മാംഗനീസ് നോഡ്യൂളുകൾ എന്നറിയപ്പെടുന്ന ഈ നോഡ്യൂളുകൾ കോബാൾട്ട് പോലുള്ള അവശ്യധാതുക്കളുടെ നിർണായക സംഭരണിയാണ്. നിലവിൽ കോബാൾട്ട്, ലിത്തിയം, മാംഗനീസ് എന്നിവയുടെ ആഗോള വിതരണത്തിൻ്റെ 70% ചൈനയാണ് നിയന്ത്രിക്കുന്നത്. 2070 നെറ്റ് സീറോ എമിഷൻ ലക്ഷ്യമിടുന്ന ഇന്ത്യ ശുദ്ധമായ ഊർജ സമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനം ത്വരിതപ്പെടുത്തുകയാണ്. അതിന് ഈ ധാതുവിനെ പ്രധാനമായി ആശ്രയിക്കുന്നു. സാധാരണയായി ഒരു രാജ്യത്തിൻ്റെ കോണ്ടിനെൻ്റൽ ഷെൽഫ് അതിൻ്റെ തീരപ്രദേശത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. വിദേശ കപ്പലുകൾക്ക് സ്വതന്ത്രമായി ഇതുവഴി നാവിഗേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും വിഭവ സമാഹരണം ചെയ്യാൻ മറ്റാരെയും അനുവദിക്കേണ്ടതില്ല.
കോണ്ടിനെൻ്റൽ ഷെൽഫിൻ്റെ പരിധികൾ സംബന്ധിച്ച് തീരപ്രദേശങ്ങളുള്ള രാജ്യങ്ങൾക്ക് ഐക്യരാഷ്ട്ര കമ്മീഷനിൽ അപേക്ഷ നൽകാം. തങ്ങളുടെ കോണ്ടിനെൻ്റൽ ഷെൽഫ് ഈ പരിധിക്ക് അപ്പുറത്തേക്കാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് വാദിക്കാം. ഒരു രാജ്യത്തിൻ്റെ കോണ്ടിനെൻ്റൽ ഷെൽഫ് അതിൻ്റെ കരയുടെ ജലത്തിനടിയിലെ അറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിപുലീകൃത കോണ്ടിനെൻ്റൽ ഷെൽഫ് അതിർത്തികൾക്ക് അവകാശവാദം ഉന്നയിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലെയിമുകൾ CLCS അഥവാ കമ്മീഷൻ ഓൺ ദ ലിമിറ്റ്സ് ഓഫ് കോണ്ടിനെൻ്റൽ ഷെൽഫ് അവലോകനം ചെയ്യുന്നു. പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, നോർവേ എന്നീ രാജ്യങ്ങൾ അവരുടെ തീരങ്ങളിൽ നിന്ന് 200 നോട്ടിക്കൽ മൈലുകൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന സമുദ്ര പ്രദേശങ്ങളുടെ അവകാശങ്ങൾ നേടുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. 2010 CLCSന് മുന്നിലുള്ള ശ്രീലങ്കയുടെ അവകാശവാദത്തെ ഇന്ത്യ എതിർത്തിരുന്നില്ല. എന്നിരുന്നാലും 2022 ശ്രീലങ്കയുടെ അവകാശവാദം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വാദിച്ച് ഇന്ത്യ നിലപാട് വ്യക്തമാക്കി. ശ്രീലങ്കയുടെ വാദത്തെ അംഗീകരിക്കരുത് എന്ന് ഇന്ത്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. മധ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അഫനാസി നികിറ്റിൻ സീമൗണ്ട് കോബൾട്ട് സമ്പുഷ്ടമായ ഒരു ഇടമാണ്. ഇവിടങ്ങളിൽ പര്യവേഷണം ചെയ്യുന്നതിനുള്ള അപേക്ഷ ഇന്ത്യ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനായി ജമൈക്ക ആസ്ഥാനമായുള്ള ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി അഥവാ ISAയാണ് സമീപിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ജനുവരിയിലാണ് നടന്നത്. മാലിദ്വീപിന് കിഴക്കും ഇന്ത്യയുടെ തീരത്തു നിന്ന് ഏകദേശം 1350 കിലോമീറ്റർ അഥവാ 850 മൈൽ അകലെയാണ് ഈ പ്രദേശം. 1994 സ്ഥാപിതമായ ISA അഥവാ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി കടൽ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി UN കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് സീസ് പ്രകാരം രൂപീകൃതമായ ഒരു സ്വയംഭരണ അന്താരാഷ്ട്ര സംഘടനയാണ്. നിർദ്ദിഷ്ട പ്രദേശത്ത് 15 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പഠനങ്ങൾ നടത്താനുള്ള പദ്ധതിയുടെ രൂപരേഖ ഇന്ത്യ സമർപ്പിച്ചു. $5 ലക്ഷം സഹിതമാണ് ഇന്ത്യ ISAക്ക് അപേക്ഷ സമർപ്പിച്ചത്. 3000 ചതുരശ്ര കിലോമീറ്റർ അഥവാ 1158 ചതുരശ്ര മൈൽ വ്യാപിച്ചു കിടക്കുന്ന 150 ബ്ലോക്കുകൾ അടങ്ങുന്നതാണ് അഫനാസി നികിറ്റിൻ സീമൗണ്ട്. എന്നാൽ അഫനാസി നികിറ്റിൻ സീമൗണ്ട് പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു രാജ്യം അതിൻ്റെ ഭൂഖണ്ഡാന്തര ഷെൽഫിൻ്റെ ഭാഗമായി അവകാശപ്പെടുന്ന ഒരു പ്രദേശത്താണെന്ന് ISA നിർണയിച്ചു. ISA ഇന്ത്യയോട് മത്സരിക്കുന്ന പ്രാദേശിക ക്ലെയിമുകളുടെ കണ്ടെത്തലുകൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പ്രതികരണത്തിനായി ISA ഇന്ത്യയുടെ അപേക്ഷ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഇന്ത്യ പ്രതികരണം സമർപ്പിച്ചു കഴിഞ്ഞാൽ ISA അപേക്ഷ വീണ്ടും പരിശോധിക്കും. ഏതായാലും ഈ സമുദ്ര അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയും ശ്രീലങ്കയും യോജിച്ചു പോകാനുള്ള തീരുമാനങ്ങൾ വന്നാൽ അത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകും. അതുപോലെ തന്നെ ഗവേഷണങ്ങൾക്കും പര്യവേഷണങ്ങൾക്കും യോജിച്ചുള്ള നീക്കവും വലിയ മാറ്റത്തിന് വഴിവെക്കും.